ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു നല്ലൊരു ക്ലാസിക് ജെന്റിൽമാൻ ടൈപ്പ് ഒരു ഫ്രാഗ്രൻസ് ഞാൻ പരിചയപ്പെടുത്തിയാണ്. ഒന്ന് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അതിന് സെയിം ഫ്രാഗ്രൻസ് വരുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പെർഫ്യൂം നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവാം. ഈ ക്ലാസിക് ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു യുണീക്ക് സെൻറ്റ് പ്രൊഫൈൽ വരുന്ന വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഐക്കോണിക് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ക്ലാസിക് ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുപോലത്തെ രണ്ട് പെർഫ്യൂമാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ദിസ് ഇസ് മീ ഷാഹിദ്. വെൽക്കം ബാക്ക് ടു ഷാഹിദീസ് ആൻഡ് റിവ്യൂസ്. പെർഫ്യൂമൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ കയ്യിലുള്ളത് ലക്ഷറി ഡിസൈൻ ബ്രാൻഡായ വെർസാച്ചെ എന്നുള്ള ബ്രാൻഡിൻ്റെ ഇറോസ് പെർഫ്യൂമാണ് വരുന്നത്. അതിൻ്റെ വളരെ അഫോർഡബിൾ, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ പെർഫ്യൂമാണ് റിഫ്സിൻ്റെ ഇമ്പീരിയൽ ബ്ലൂ. ഫ്രാഗ്രൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആണ്. ചെറിയ മാറ്റങ്ങളുള്ളൂ, പക്ഷേ സെയിം ഡയറക്ഷനാണ്. അത് അവർ ആഡ് ചെയ്യുന്ന ഇതിൻ്റെ ഇപ്പോൾ ടെസ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻസ്പയർഡ് ഇറക്കുകയാണെങ്കിൽ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള സെയിം റോ മെറ്റീരിയൽ അല്ല ഇതിൽ ഉപയോഗിക്കൽ. കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതിനനുസരിച്ചുള്ള റോ മെറ്റീരിയൽ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് വളരെ അഫോർഡബിൾ ആണ്, അതിന് സെയിം ഫ്രാഗ്രൻസ്. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു എത്ര ശതമാനം ഇത് മാച്ചിങ് ആണ് എന്നുള്ളതൊക്കെ നോക്കാം. ബോട്ടിലിൻ്റെ കളർ തീമും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആണ് വരുന്നത്. ഇത് 100 ml വരുന്നത്, ഇത് 100 ml വരുന്നുണ്ട്. ഇതിന് ശേഷം 7,000, 6,000, 7,000 ഒക്കെ വരുന്നുണ്ട്. ഇത് വെറും 2,000 അണ്ടറിൽ 1,200, 1,300, 1,400, 1,500 ആ റേഞ്ചിലൊക്കെ വാങ്ങാം. ഓക്കെ, ഇതിൻ്റെ ക്യാപ്പൊക്കെ നല്ല ഹെവി ക്യാപ്പാണ്. ഓക്കെ, നല്ല ഹെവി ക്യാപ്പ്, അത്യാവശ്യം നല്ല ഗ്രിപ്പിംഗ് ഉണ്ട്, കണ്ടില്ലേ, ബോട്ടിലൊക്കെ താങ്ങുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അറ്റമൈസർ ഞാൻ കാണിച്ചു തരാം. അറ്റമൈസർ കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു റേഞ്ചല്ലേ ഉള്ളൂ, കുഴപ്പമില്ല അറ്റമൈസർ. ഓക്കെ, ഒരു സ്ട്രിപ്പ് എടുത്ത് അടിക്കുന്നുണ്ട്. ഓക്കെ, റോസ് ഒറിജിനൽ ഈ സ്ട്രിപ്പ് നമ്മൾ അടിച്ചു നോക്കാം. ഇതിൻ്റെ അറ്റമൈസർ കൊള്ളാം. ഓക്കെ, ഇത് വെർസാച്ചെ ഇറോസ്, ഇത് നമ്മുടെ റിഫ്സിൻ്റെ ഇമ്പീരിയൽ ബ്ലൂ. ഇതിന് സ്മെല്ല് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ക്ലാസിക് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ക്ലാസിക് എന്ന് പറയുമ്പോൾ അതിൽ ഫ്രഷ് വരും, അരോമാറ്റിക് വരും, ഫ്രൂട്ടി വരും. ഫ്രൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഓവർ ഫ്രൂട്ടിയിലോട്ട് ഇത് പോകില്ല. പക്ഷെ ഇത് ഈ ഒരു ഫ്രഷ് ഫ്രാഗ്രൻസിനെ ഒരു ഫ്രൂട്ടി നോട്ട്സ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഈ ഒരു ഫ്രഷ് ഫ്രാഗ്രൻസിൻ്റെ ഒരു ഡയറക്ഷൻ, ആ ഒരു തീം തന്നെ ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ക്ലാസിക് ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സെയിം ഫ്രാഗ്രൻസാണ്, സെയിം ടു സെയിം. ഓക്കെ, ഈ വെർസാച്ചെ ഇറോസ് കുറച്ചും കൂടി ഒരു സ്ട്രോങ് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് കുറച്ച് ലൈറ്റായിട്ട് തോന്നുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഓരോ ആഡ് ചെയ്യുന്ന റോ മെറ്റീരിയൽ അത് ഡിഫറെൻ്റ് ആയിരിക്കാം. ഓക്കെ, ഇതിന് സ്മെല്ലൊക്കെ വരുന്നത് നല്ലൊരു ഫ്രഷ്. ഇതിൻ്റെ സ്മെല്ല് സ്റ്റാർട്ടിങ്ങിൽ എടുത്ത് കാണിക്കുന്നത് ഒരു മിൻറ്റിൻ്റെ സ്മെല്ല്. മിൻറ്റ്, ഒരു ഗ്രീനിഷ് ഫ്രാഗ്രൻസ്, അതുപോലെ ഒരു സിട്രസി, അരോമാറ്റിക്, വെനില, ഒരു ഫ്രഷ് സിട്രസി പൗഡറി ഒരു ഫ്രാഗ്രൻസ് ആണ്. സ്റ്റാർട്ടിങ്ങിലൊന്നും അത്ര ഒരു സ്വീറ്റ്നെസ് ഇത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ അടിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് വളരെ സോഫ്റ്റായിട്ട് ഒരു പൗഡറി വെനില ഫ്രഷ് തീമിലാണത് പോവുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ക്ലാസിക് ഫ്രാഗ്രൻസ് ആണ് എന്ന് വെച്ചാൽ ഇതിൽ ഫ്രൂട്ടി നോട്ട്സ് വരുന്നുണ്ട്. ഫ്രൂട്ടി എന്ന് വെച്ചാൽ വനില വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു വനില ഫ്രാഗ്രൻസിനൊന്നും എടുത്ത് കാണിക്കുന്നില്ല. ഫ്രഷ്, മിൻറ്റി, സ്വീറ്റ്, അരോമാറ്റിക്, ഒരു ഗ്രീനിഷ് ആ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ എടുത്ത് കാണിക്കുന്നത്. വനില ഉണ്ട് എന്ന് നമുക്കിത് തോന്നില്ല. വളരെ ലൈറ്റായിട്ട് വനില ഫ്രാഗ്രൻസ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അതാണ് റിഫ്സിൻ്റെ ഇമ്പീരിയൽ ബ്ലൂ. പിന്നെ അത് ബെസ്റ്റ് ആയിട്ടുള്ളത് സമ്മറിൽ യൂസ് ചെയ്യുക, അതുപോലെ നൈറ്റിൽ യൂസ് ചെയ്യുക. ഇനി ഇതടിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ രണ്ടിലും ഉണ്ടാകും. ഇതിൽ കുറച്ചും കൂടി ഒരു ഫ്രഷ്നെസ് കൂടുതലാണ്. ആ ഒരു ഫ്രഷ് മിൻറ്റി ഫ്രാഗ്രൻസ് നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട് ഇതിലിട്ടോ. കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. യെസ്, ഇതിൽ ആ ഒരു ഫ്രഷ് മിൻറ്റി ഫ്രാഗ്രൻസ് എടുത്തിങ്ങോട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ അത്രയ്ക്ക് എടുത്ത് കാണിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ സ്മെൽ ഓൾമോസ്റ്റ് സെയിം ആട്ടെ, രണ്ടും സെയിം ആണ്. ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഓവർ ഗ്രീനിഷ്, ഒരു ഓവർ സിട്രസി, ഓവർ ഒരു മിൻറ്റിൻ്റെ ഫ്രാഗ്രൻസ് എടുത്ത് കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങത്തെ ഫസ്റ്റത്തെ ഒരു മിനിറ്റ് അത്രേ ഉള്ളൂ. പിന്നെ എൻഡ് ഓഫ് ദ ടൈം ക്ലൈമാക്സിൽ ഇത് രണ്ടും സെയിം ഫ്രാഗ്രൻസ് ആണ്. ഓക്കെ, സെയിം എന്ന് പറഞ്ഞാൽ സെയിം ടു സെയിം. ഇതിന് ശേഷം 8,000 സംതിങ് വരുന്നുണ്ട്. ഇതിന് ശേഷം 2,000 അണ്ടറിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ,
പിന്നെ അതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് സമ്മറിൽ ഉപയോഗിക്കാൻ പറ്റിയ പെർഫ്യൂമാണ്, പക്ഷെ സമ്മറിലൊന്നും അത്ര പെർഫോമൻസ് കിട്ടില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ ഒരു നോർമൽ ക്ലൈമറ്റ്, സമ്മർ അല്ലാത്ത ഒരു വിൻ്ററും സമ്മറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള നോർമൽ ക്ലൈമറ്റിൽ, അതുപോലെ വിൻ്ററിൽ നൈറ്റിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് ഏകദേശം ഒരു 6 to 8 hours ഉള്ളിൽ ലാസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഓവർ സ്പ്രേ അടിക്കേണ്ടി വരും. ഓക്കെ, ഓവർ സ്പ്രേ ആണ്, അത്യാവശ്യം നല്ല ഓവർ സ്പ്രേ അടിക്കേണ്ടി വരും, കാരണം ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്, പിന്നെ അഫോർഡബിളും ആണ്. ഓക്കെ, ഇത് അത്യാവശ്യം നിങ്ങൾക്ക് 6 to 8 hours ലാസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഓവർ സ്പ്രേ ഒന്നും അത്ര അടിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ചില സമയത്തൊക്കെ നല്ല ഓവർ സ്പ്രേ അടിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അതൊക്കെ ഓരോ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇറോസിൻ്റെ ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രിഫ്സിൻ്റെ ഇമ്പീരിയൽ ബ്ലൂ ഇസ് മസ്റ്റ് ട്രൈ ആണ്. ദിസ് വൺ വളരെ അഫോർഡബിൾ ആണ്. ഓക്കെ, 100 ml വരുന്നുണ്ട്, EDP കോൺസെൻട്രേഷൻ ആണ് വരുന്നത്, ഇത് പെർഫ്യൂമാണ് വരുന്നത്. ഓക്കെ, സ്മെല്ലൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇത് കുറച്ചും കൂടി ഹാർഡായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്, കാരണം പെർഫ്യൂമാണ്. ഇത് EDP ആണ്. ഓക്കെ, എന്നിരുന്നാലും വൈബ്, ഡയറക്ഷന്, സ്മെല്ലൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ലാസ്റ്റിങ്ങിൻ്റെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു സെയിം ഫ്രാഗ്രൻസ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡ്രിഫ്സിൻ്റെ ഇമ്പീരിയൽ ബ്ലൂ ഇറ്റ്സ് മസ്റ്റ് ട്രൈ. ഗുഡ് ചോയ്സ്, ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്. പിന്നെ പ്രൊജക്ഷൻ പറയുകയാണെങ്കിൽ ഒരു 1-1.5-2 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് പ്രൊജക്ഷൻ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത് പിന്നെയും ഇതും അതുപോലെ തന്നെയാണ്, 2 hours ഒക്കെ പ്രൊജക്ഷൻ കിട്ടിയിട്ടുണ്ട്. പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം ടു സെയിം ആണ്. ഇത് എക്സ്പെൻസീവ് ആണ്, ഇത് അഫോർഡബിൾ ആണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കുക ഏത് വാങ്ങണം എന്നുള്ളത്. ഇത് ഓവർ സ്പ്രേ അടിക്കേണ്ടി വരും, ഇതും ഓവർ സ്പ്രേ വേണം, പക്ഷേ ചില ടൈമിൽ ഒക്കെ ഓരോ ക്ലൈമറ്റ്. പക്ഷേ ഇത് ഏത് ക്ലൈമറ്റിലാണെങ്കിലും അത്യാവശ്യം നല്ല ഓവർ സ്പ്രേ അടിക്കേണ്ടി വരും. പിന്നെ ഇത് ആറ്റമൈസറിലെ ക്വാണ്ടിറ്റി ഒക്കെ കുറച്ച് വരുന്നുള്ളൂ, അതുകൊണ്ട് ഓവർ സ്പ്രേ അടിച്ചാലൊന്നും പെട്ടെന്ന് തീർന്നു പോകില്ല. ഒരു 22 സ്പ്രേ അടിച്ചാലൊക്കെ ഏകദേശം ഒരു 1 ml ഒക്കെ അതിൽ നിന്ന് പുറത്ത് വരുള്ളൂ. അപ്പോൾ 100 ml വരുന്നുണ്ട്. 3 മാസം ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ, ഡെയിലി നിങ്ങൾ 22 സ്പ്രേ അടിക്കുകയാണെങ്കിൽ 3 മാസം സുഖസുന്ദരമായിട്ട് പോകാം. ഓക്കെ, ട്രൈ ദിസ് വൺ ഇഫ് യു ലൈക്ക് ദിസ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഇത്ര തന്നെ ഉള്ളൂ. ഒരു ഫ്രഷ്, ക്ലീൻ, അരോമാറ്റിക്, എർത്തി, വെനില ടൈപ്പ്, ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ വിയർ ചെയ്യുന്ന ടൈപ്പ് ഫ്രാഗ്രൻസ് ഒക്കെ നോക്കി നടക്കുന്നവരാണെങ്കിൽ, അത് ഉദാഹരണത്തിന് ഒരു ക്ലാസിക് ടൈപ്പ് ഫ്രാഗ്രൻസ് ഒക്കെ നോക്കി നടക്കുന്നവരാണെങ്കിൽ ട്രൈ ദിസ് വൺ.